ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ രണ്ട് പാർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണാം. ഇതിപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ്, തുടർ പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ, വിജയനഗര ഭരണകാലത്തെ സാംസ്കാരിക സംഭാവനകൾ സംബന്ധിച്ച ചിത്രങ്ങൾ ശേഖരിച്ച ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കും. അപ്പോൾ എന്തൊക്കെയായിരുന്നു വിജയനഗര ഭരണകാലത്തെ സാംസ്കാരിക സംഭാവനകൾ? ഏതൊക്കെയായിരുന്നു? നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, വിത്തല സ്വാമി ക്ഷേത്രം, ഹംപി എന്നൊക്കെ പറഞ്ഞിട്ട് ഹംപിയിലുണ്ടായ ഒരുപാട് നിർമ്മിതികളുടെ പിക്ചർ നമ്മൾ പുസ്തകത്തിൽ തന്നെ, പാഠത്തിൽ തന്നെ ഒരു 4 ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലുള്ള ചിത്രങ്ങൾ വേറെയും ശേഖരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. അതായത് ഒട്ടിച്ചിട്ട് ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. അത് ചെയ്യുക, ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ എന്താ പറയുന്നത് വെച്ചാൽ, അക്ബർ, കൃഷ്ണദേവരായർ എന്നിവരുടെ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ മാതൃകാപരമായിരുന്നു. തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സംഭാവനകൾ താരതമ്യം ചെയ്ത് സെമിനാർ സംഘടിപ്പിക്കും. സൂചനകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഭരണരീതി, സംസ്കാരം, സമ്പത്ത്, നീതിന്യായം. അപ്പോൾ എന്താണ് സെമിനാർ? ഒരു സെമിനാർ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുണ്ടായിരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത് ഫസ്റ്റ് തന്നെ ഒരു ടോപ്പിക്ക്, നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. എന്താണ് നമ്മുടെ ടോപ്പിക്ക്? എന്താണ് ഇവിടെ? നമുക്കറിയാം, 2 കാലഘട്ടത്തെയും, അതായത് മുഗൾ ഭരണകാലഘട്ടത്തെയും അതായത് വിജയനഗര കാലഘട്ടത്തെയും വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ് അല്ലേ അതാണ് നമ്മൾ ടോപ്പിക്ക്. അങ്ങനെ ടോപ്പിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. പിന്നെ ആമുഖം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതുക. അതായത് ഈ ആമുഖം നോക്കിയാൽ നമുക്ക് നോക്കുന്ന ഒരാൾക്കും മനസ്സിലായിരിക്കണം ഈ സെമിനാറിലൂടെ എന്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഈ സെമിനാറിലൂടെ നീളം ഇനി എന്താണ് കാണാൻ പോകുന്നത് എന്നുള്ളത് ആ ആമുഖം വായിച്ചാൽ തന്നെ കിട്ടിയിരിക്കണം. അതായത് ചുരുക്കിയിട്ട് ഒരു 3-4-5 സെൻറ്റൻസായിട്ട് ചുരുക്കിയിട്ട് ഒരു ആമുഖം എഴുതുക, എന്താണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യം എന്നുള്ളത്. പിന്നെ അടുത്ത പേപ്പറിൽ വിവരശേഖരണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ പറ്റി കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും എഴുതുക. അതായത് ഈ സൂചനകൾ തന്നിട്ടുണ്ടല്ലോ, അതായത് മുഗൾ ഭരണകാലത്തെയും വിജയനഗര ഭരണകാലത്തെയും ഭരണരീതിയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും സമ്പത്ത്, നീതിന്യായം എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതികളെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കോടതി സംവിധാനമൊക്കെ എങ്ങനെയായിരുന്നു 2 കാലഘട്ടത്തിൽ നിന്നുള്ളത് താരതമ്യം ചെയ്ത് എഴുതി തയ്യാറാക്കി വലിയൊരു എഴുതി വെക്കുക, വിവരശേഖരണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ ഒരു നിഗമനം കൊടുക്കുക, അതായത് ഒരു കൺക്ലൂഷൻ, നമുക്ക് എന്താണ് ഇതിന് മനസ്സിലായതെന്നുള്ള ഒരു ചെറുതായിട്ട് 2-3 സെൻറ്റൻസിലൊരു കൺക്ലൂഷൻ, നിഗമനം കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെമിനാർ തയ്യാറായി. എന്നിട്ട് പിന്നെ അത് നമ്മൾ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യന്, മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ എന്തൊക്കെയായിരുന്നു രണ്ടിൻ്റെയും സാമ്യതകൾ? നമുക്കറിയാം, 2ലും എന്താ ഉണ്ടായിരുന്നത്? രാജഭരണമായിരുന്നു, അതായത് രാജവാഴ്ച. അപ്പോൾ രാജാവിനായിരുന്നു മുഴുവൻ അധികാരവും, അന്തിമ തീരുമാനം എടുക്കാനൊക്കെ ഉള്ള അധികാരം രാജാവിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2ലും. പിന്നെ എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുക? ഇവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, 2ലും രാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മതസഹിഷ്ണുത പുലർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മതസഹിഷ്ണുത അറിഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടിരുന്നു. അതുപോലെ എല്ലാ മതക്കാർക്കും അവരുടേതായ മതാചാരങ്ങൾ അനുഷ്ഠിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമൊക്കെ രാജാക്കന്മാർ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താണ്? സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചൊക്കെയാണ്. സാമ്പത്തിക സ്ഥിതി പുരോഗതി എങ്ങനെയായിരുന്നു? പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയായിരുന്നു 2 ഭരണകൂടത്തിലും. കാരണം എന്തായിരുന്നു? കൃഷിയായി, നമ്മൾ പറഞ്ഞു ഒരുപാട് ആളുകൾ കൃഷിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടായി. അത് വ്യാപാര രംഗത്ത് പുരോഗതി കൈവരിക്കാൻ കാരണമായി. അങ്ങനെ കച്ചവടം വ്യാപാര ബന്ധം സ്ഥാപിച്ചു. നമ്മൾ ഒരുപാട് വ്യാപാര നഗരങ്ങളൊക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തിക സ്ഥിതി എന്നുള്ളിടത്ത് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി, 2ലും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഭരണരീതിയിലുള്ള സാമ്യത എന്താണ്? ഭരണ സൗകര്യത്തിനായിട്ട് 2 രാജ്യത്തെയും എന്തായിട്ടുണ്ടായിരുന്നു? ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രവിശ്യകൾ, ജില്ലകൾ, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 4ആയിട്ട് 2ലും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഭരണരംഗത്തുണ്ടായിരുന്ന. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് ഈ പട്ടിക ഫില്ല് ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മുഗൾ ഭരണകാലത്ത് വിവിധ മേഖലകളിലുണ്ടായ സമന്വയത്തെ സംബന്ധിച്ച് ചിത്രങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരണം.
നടത്തുമെന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം മുഗൾ ഭരണകാലത്ത് ഉണ്ടായ സാംസ്കാരിക രംഗത്തുണ്ടായ സംഭാവനകളുടെ പിക്ചറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. താജ്മഹൽ, ആഗ്ര കോട്ട, അങ്ങനെ ഒരുപാട് പിക്ചറുകൾ നമ്മൾ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ആ കാര്യങ്ങളെ ഒക്കെ അവതരിപ്പിക്കുക. അത്രയേ ഉള്ളൂ ടെക്സ്റ്റൈൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് മുഴുവനും എഴുതാം.